ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയാകർഷിച്ച പ്രവർത്തനങ്ങളിലൂടെ പരിചിതയായ ആനി രാജ വയനാട്ടിലെത്തുമ്പോൾ മണ്ഡലത്തിൽ നടക്കുക അടിമുടി രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. പ്രതിപക്ഷ മുന്നണി സമവാക്യങ്ങൾ നിലനിൽക്കെ രാഹുലിന്റെ വയനാട്ടിലേക്കുള്ള വഴിയും ഇതോടെ പ്രതിരോധത്തിലാകും. ഇത്തവണയും അങ്ങനെ ദേശീയ ശ്രദ്ധയിലേക്ക് വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. LDFൽ CPIക്കാണ് 3 തെരഞ്ഞെടുപ്പുകൾ മാത്രം പിന്നിട്ട വയനാട് മണ്ഡലം. MI ഷാനവാസ് 2 തവണയും പിന്നീട് രാഹുൽ ഗാന്ധിയും ജയിച്ച പൊതുവിൽ വലതു മണ്ഡലമെന്ന് വിലയിരുത്തപ്പെടുന്ന വയനാട്ടിൽ എന്നാൽ കാര്യങ്ങൾ പഴയതുപോലല്ല. ആദ്യ മത്സരത്തിൽ CPIയിലെ M റഹ്മത്തുള്ള പിന്നിലായത് 1,53,439 വോട്ടുകൾക്കായിരുന്നുവെങ്കിൽ പിന്നീട് സത്യൻ മൊഹേരിയുമായുള്ള പോരാട്ടത്തിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇടിഞ്ഞത് 20,870ലേക്കാണ്. പിന്നീടെന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നും മറ്റുമുള്ള കൊടുമ്പിരി കൊണ്ട പ്രചാരണം രാഹുലിന് നേടിക്കൊടുത്തത് PP സുനീറിനുമേൽ 4,31,777 വോട്ടുകളുടെ ഭൂരിപക്ഷം. മോശം ഹാജർ, മണ്ഡലം നേരിടുന്ന സജീവ പ്രശ്നങ്ങളിലെ നിഷ്ക്രിയ പാർലമെന്റേറിയൻ, സ്വകാര്യ ബില്ലുകൾ പോലും അവതരിപ്പിക്കാനാവാത്ത MP എന്നിങ്ങനെ രാഹുലിന് ഇത്തവണ പേരിനല്ല പേരുദോഷം. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം തീർത്തും നിരാശാജനകമായിരുന്നു. മണ്ഡലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ ഒരു തവണ പോലും പങ്കെടുക്കാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പാർലമെന്റിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അങ്ങേയറ്റം ദയനീയമായിരുന്നു. ദേശീയ തലത്തിൽ BJPക്കെതിരെ പൊരുതേണ്ട രാഹുൽ പ്രതിപക്ഷ ഐക്യത്തിന് കാര്യമായി സംഭാവന നൽകുന്ന കേരളത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ തന്നെ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കോൺഗ്രസിനായിട്ടില്ല. സ്ഥാനാർത്ഥിത്വം തുടരാനാണ് തീരുമാനമെങ്കിൽ അത് പ്രതിരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കോൺഗ്രസിനായേക്കില്ല. വയനാടിനെ വന്യമൃഗശല്യം പോലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാത്ത MP എന്ന വിമർശനം മാത്രമല്ല നിലവിലെ MP രാഹുൽ ഗാന്ധി നേരിടുന്നത് ദേശീയ രാഷ്ട്രീയത്തെ ചലിപ്പിക്കാൻ ശേഷിയില്ലാത്ത നേതാവ് എന്നതുകൂടിയാണ്. സുരക്ഷിത മണ്ഡലം എന്നത് മാത്രം കണക്കിലെടുത്ത് വയനാട്ടിലെത്തിയാൽ വിമർശനങ്ങൾക്ക് കോൺഗ്രസ് മറുപടി തേടേണ്ടി വരും. BJPയെ പരാജയപ്പെടുത്തുന്നതിനും BJPയുടെ കേന്ദ്രഭരണ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തും ലോകത്തും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ബദൽ നയങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നേരത്തെ പറഞ്ഞ BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കാനും അതിനെ ഒന്നിപ്പിക്കാനും അവർക്ക് നൽകാൻ കഴിയുക എന്ന് ആലോചിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വമോ രാഷ്ട്രീയ സമവാക്യങ്ങളോ വിലയിരുത്തുകയല്ല, ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് ഇടത് കേന്ദ്രങ്ങളുടെ പക്ഷം. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തു, വളരെ മുൻപേ തന്നെ. അനൂപ് KR, കൈരളി ന്യൂസ്, വയനാട്.